ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ആത്മീക രോഗങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൗതികമായി ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് അവന് വന്നുകൂടുന്ന രോഗങ്ങൾ. ചെറുതായാലും വലുതായാലും, ബാല്യത്തിലായാലും വാർദ്ധക്യത്തിലായാലും യൗവനത്തിലായിരുന്നാലും ഏത് സമയത്തും മനുഷ്യൻ രോഗിയായി തീരുക എന്നുള്ളത് ഒരു അസംഭവ്യമായ കാര്യമല്ല. ഏത് സമയത്തും അവന് രോഗം വന്നുവിടാം. അങ്ങനെ വന്നുപെടാവുന്ന രോഗങ്ങളും ആ രോഗങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷ പ്രാപിക്കാൻ കഴിയും, ആർക്കതിനെ ചികിത്സിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൗതികമായ ഒരു രോഗം വന്നാൽ ലോകത്തിൽ തന്നെ അതിന് ചികിത്സിക്കാനുള്ള വഴിയുണ്ട്. വൈദ്യന്മാരുണ്ട്. ഈ വൈദ്യന്മാർ തന്നെ അത് ചികിത്സിച്ച് അതിനെ ഭേദമാക്കും. ഇതുപോലെ തന്നെ ആത്മീയമായ ജീവിതത്തിൽ ചികിത്സിക്കുന്ന ഒരുവനാണ് ആത്മീയമായ രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നവനാണ് ദൈവം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാകുന്നു, ഞാൻ നിന്റെ ആയുഷ്കാലം പൂർത്തിയാക്കും. അവൾ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വിശ്വാസ ജീവിതം അവൻ്റെ ആയുഷ്കാലം പൂർത്തിയാക്കി അവൻ പ്രതിഫലം പ്രാപിക്കാതിരിക്കാൻ ശത്രു അവനെ വിവിധമായിട്ടുള്ള തന്ത്രങ്ങളിൽ കൂടിയെല്ലാം കടത്തി അവനെ രോഗിയാക്കി തീർത്ത് അവൻ്റെ ആയുഷ്കാലം ഇല്ലാതാക്കാൻ ശ്രമിക്കും. എന്നാൽ സൗഖ്യമാക്കുന്ന കർത്താവ് അവനോടൊപ്പം ഇരുന്ന് അവൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കി അവൻ്റെ ആയുഷ്കാലം കർത്താവ് പൂർത്തിയാക്കും. ഇതാണ് നമ്മൾ പഠിക്കുന്ന വചനത്തിൻ്റെ പൊരുൾ. ഇതിൽ കഴിഞ്ഞ ഭാഗങ്ങളിൽ വിവിധ രോഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചെങ്കിലും ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് 38-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ എൻ്റെ ഭോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. അവിടെ 38-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എൻ്റെ ഭോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. ഒരു മനുഷ്യന് വ്രണങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പ്രധാന വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോസ്തലനായ പത്രോസും കൂട്ടരും പെന്തക്കോസ്ത് നാളിൽ ഒരു പ്രസംഗം നടത്തി. ഈ പ്രസംഗത്തിൻ്റെ പൊരുൾ പ്രകാരമായിരുന്നു. അവരെ കൂടി നിന്നവരെ എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന ഇസ്രായേൽ ഗൃഹമൊക്കെ അറിഞ്ഞുകൊള്ളുവീൻ. പത്രോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? സംഭവിച്ചു പോയി, എന്ത് ചെയ്യേണ്ടു? അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഹൃദയത്തിൽ കുത്തുകൊണ്ടു, ഹൃദയത്തിൽ മുറിഞ്ഞെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്താൽ ദൈവം ചതയ്ക്കുന്നവനും മുറി കെട്ടുന്നവനുമാണ്. ദൈവം ഒരാൾക്ക് മുറിവ് അറിഞ്ഞുകൊണ്ട് വരുത്തി കഴിഞ്ഞാൽ ആ മുറിവ് പൊറിപ്പിക്കാനും ദൈവത്തിനറിയാം. എന്നാൽ പലരുടെയും ജീവിതത്തിൽ വരുന്ന മുറിവുകൾ, ആ മുറിവുകൾ ഉണങ്ങാതെ അത് പിന്നീട് മറ്റൊന്നായി മാറുകയാണ്. അതായത് ഭൗതിക ജീവിതത്തിൽ ഒരു മനുഷ്യൻ വീണ് തൻ്റെ കാല് പൊട്ടി, സാരമില്ലെന്ന് വിചാരിച്ചിരുന്നു, മരുന്നൊന്നും വെച്ചില്ല. അടുത്ത ദിവസം വന്ന് ആയി. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതങ്ങ് വാടി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് പഴുക്കാൻ തുടങ്ങി. പിന്നെ മരുന്ന് വെച്ചിട്ട് നിന്നില്ല. പിന്നെ വളരെ വഷളായി. അത് ഏറ്റവും പഴുത്ത് നാറാനിടയായിത്തീർന്നു. അതിൻ്റെ അർത്ഥം ആ മുറിവുണ്ടായപ്പോൾ തന്നെ അതിന് വേണ്ട ചികിത്സ ചെയ്തില്ല എന്നർത്ഥം. ഇവിടെ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ആത്മീകമായി ഒരു മുറിവ് ദൈവം അറിയാതെ ഉണ്ടാവില്ല മനുഷ്യന്. ദൈവം അറിയാതെ ആർക്കും തൻ്റെ ഭക്തന് ഒരു മുറിവുണ്ടാവില്ല. അവൻ ചതയ്ക്കുന്നവനും മുറി കെട്ടുന്നവനുമാണ്. ഒരു മുറിവ് അവന് ഉണ്ടാകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അതിന് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ മുറിവുമായിട്ട് അവൻ എത്ര ദിവസം നടക്കും? കർത്താവിൻ്റെ വചനം പറയുന്നത് ആ മുറി കെട്ടാനായിട്ട് ഒരു അവസരം വേണം.
ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചത് ഇത്തിരി കട്ടി കൂടി പോയി. ആ ശിക്ഷിച്ച ആ കാഠിന്യ നിമിത്തം മകൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുക. ഓടിയിട്ട് എങ്ങോട്ട് പോയെന്നറിവില്ല. ആ മനുഷ്യൻ്റെ ആയുഷ്കാലം, പിന്നീട് ആ മനുഷ്യൻ 10-30 വർഷം ജീവിച്ചിരുന്നു. ഈ 30 വർഷവും മകൻ എവിടെയാണെന്നറിയില്ല. ആ മനുഷ്യൻ ദുഃഖത്തോടു കൂടി ഈ ലോകം വിട്ടു പോകേണ്ടി വന്നു. സ്വന്തം അപ്പനാ. കർത്താവിന്റെ വചനം പറയുന്നത്, ദൈവം ഒരാളെ മുറിച്ചാൽ, ദൈവം ഒരാളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ വചനം പറയുന്നത് അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ? അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ? എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുകയാണ്, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ നിങ്ങൾ പ്രാപിക്കാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കവലടയരത്രേ. അപ്പോൾ അപ്പൻ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചാൽ മതി, ഒരു മകനോടുള്ള സ്നേഹം കൊണ്ട് ആണ് അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു വചനത്തിലുള്ളതുപോലെ എന്നോട് കരുണ തോന്നി, എന്നോട് സ്നേഹം കൊണ്ട് ആണ്, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ശിക്ഷിച്ചത്. മാത്രമല്ല, എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, തൻ്റെ മഹത്വം പ്രാപിപ്പാനാണ് അവൻ എന്നെ ശിക്ഷിച്ചത്. ആരുടെ മഹത്വം? ദൈവത്തിൻ്റെ മഹത്വം എനിക്ക് പ്രാപിക്കാനോ? ഇത് എത്ര ഭയങ്കരമാണ്. നമ്മൾ ആദ്യം ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു മനുഷ്യനെ, മകനെ ഇത്തിരി കഠിനമായി ശിക്ഷിച്ചു. അവൻ ചെയ്ത തെറ്റും വലുതായി. അന്ന് ആ മകൻ അവിടെ നിന്ന് പറഞ്ഞ് ഓടിപ്പോയിട്ട് അവൻ പുറത്തു പോയി വേറെ നിലയിലൊക്കെ വലിയ ആളായി. അവന് കുടുംബമായി, അവൻ തലമുറയായി, സമ്പത്തായി, അവന് വേണ്ടതെല്ലാം ആയി. പക്ഷെ സ്വന്തം ഭവനത്തിലേക്ക് അവൻ പിന്നെ മടങ്ങി വന്നില്ല. ആ അപ്പൻ്റെ അവസ്ഥ എന്താ? കർത്താവിന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇതാ, ആ മനുഷ്യൻ, അപ്പൻ എന്നോട് അത് ചെയ്ത ആ മുറിവ് അവൻ ഉണങ്ങിയിട്ടുമില്ല, അപ്പൻ്റെ ദുഃഖം തീർന്നിട്ടുമില്ല. എന്താ സ്ഥിതി? അത്രയും വർഷം ജീവിച്ചിട്ടും മകൻ മടങ്ങി വരുന്നില്ല. അപ്പൻ്റെ ദുഃഖം തീരാതെ ദുഃഖത്തോടു കൂടി അപ്പൻ ഇവിടുന്ന് പോകാനിടയായി തീർന്നു. കാരണം നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്, എന്നാൽ ദുഃഖിതനായവനല്ലാതെ എന്നെ സന്തോഷിപ്പിക്കുന്നതാര്? ഒരപ്പൻ മകന് 2 അടി അങ്ങ് കൊടുത്തു. ആ മകൻ വേദന കൊണ്ട് നിലവിളിച്ച് വളരെ ഉച്ചത്തിൽ കരഞ്ഞ് അതിലെല്ലാം നടന്നു. ഒടുവിൽ ഈ മകൻ അടുത്ത് വന്ന് അപ്പൻ്റെ അടുത്ത് കുറച്ചു നേരം നിന്നു. അപ്പൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞ് വേദന എടുത്ത് അപ്പൻ ആ ദേഷ്യത്തിന് ചെയ്തതാടാ, നീ ചെയ്തത് നിനക്ക് വേണ്ടിയിട്ടല്ലേ. സാരമില്ല, ഞാൻ ചെയ്ത അത് തെറ്റായിപ്പോയി, അതുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. സാരമില്ല. അപ്പനും സന്തോഷമായി, മോനും സന്തോഷമായി. അപ്പൻ്റെ വേദന തീർന്നു, സന്തോഷമായി. മോൻ്റെ മുറിവ് ഉണങ്ങി. മോന് മുറിവ് ഉണങ്ങി. കാരണം എന്തിനു വേണ്ടിയിട്ടാ? ഈ അപ്പന് എന്തെല്ലാം അവകാശമുണ്ടോ, മഹത്വമുണ്ടോ, അത് മുഴുവനും പ്രാപിക്കാൻ വേണ്ടിയിട്ട്, ആ നിലയിലെത്താൻ വേണ്ടിയിട്ട് അപ്പൻ ശിക്ഷിച്ചത്. അത് മോൻ സമ്മതിച്ചു, മോനത് മനസ്സിലായി. ബുദ്ധിമാനാണ് മോൻ. എന്നാൽ ഭോഷനായ ഒരു മകൻ ചെയ്ത പണിയെന്താ? അപ്പൻ ഒന്ന് ശിക്ഷിച്ചെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് അപ്പം മരിക്കുന്നവരെ അവിടെ കയറിയില്ലെന്ന്. ആ മോൻ്റെ മുറിവ് പഴുത്ത് നാറി ആയുഷ്കാലം മുഴുവൻ അതുകൊണ്ട് നടക്കുക. അപ്പനോ? അപ്പൻ ഈ കാര്യം ഓർത്ത്, മോനെ ഒന്ന് കണ്ടാൽ മതി, ആ ദുഃഖം ഓർത്തുകൊണ്ട് ആയുഷ്കാലം കഴിച്ചു.
കാര്യങ്ങൾ തെറ്റിപ്പോകുന്നതിൻ്റെ കാര്യം മനസ്സിലായോ? കാരണം എന്തിനു വേണ്ടി ശിക്ഷിക്കുന്നു? ഇതാ വചനം പറയുന്നത്, ഭോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. എൻ്റെ അപ്പൻ എന്നെ ശിക്ഷിച്ചതാണ്, എന്നെ മുറിച്ചതാണ്. എന്തിനാണ് എന്നെ ശിക്ഷിച്ചത്? എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ ചിന്തിക്കാനുള്ള ബോധം എനിക്കില്ലാതെ പോയി. അതുകൊണ്ട് അന്നുണ്ടായ മുറിവ് ഇന്നും ഉണ്ട്. വിശ്വാസത്തിൽ വന്നതിന് ശേഷം കർത്താവ് കൊടുക്കുന്ന ബാലശിക്ഷ 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു. ഹൃദയത്തിൽ നിന്ന് പോകുന്നില്ല. ഇന്നും ഉള്ളിൽ അത് വെച്ചോണ്ട് നടക്കുക. അത് പഴുത്ത്, അത് നാറി. എങ്ങനെയാ നാറണമെന്നറിയാവോ? ആ വേദന വെച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ വായിന്ന് വരുന്നുണ്ട്. ആ വേദന വെച്ചുകൊണ്ട്. ആരാ? അപ്പൻ ശിക്ഷിച്ച ശിക്ഷ. അതിനുള്ള പിറുപിറുപ്പും അതിനുള്ള വാക്കുകളൊക്കെ വായിന്ന് വന്നുകൊണ്ട് നടക്കുക. വചനം പറയുന്നത്, എൻ്റെ ഭോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. ബുദ്ധിയുള്ളവനായിരുന്നെങ്കിൽ നേരെ അപ്പൻ്റെ അടുത്ത് തിരികെ ചെന്നേനെ. അപ്പാ, എൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതാണ് നീ. എനിക്കതിൽ പരിഭവമില്ല. കാരണം എൻ്റെ മൂഢത നീങ്ങാനും എൻ്റെ ദുഷ്ടത നീങ്ങി നിന്റെ സമ്പത്തിന് അവകാശിയായി തീരുവാനും എനിക്ക് വേണ്ടി നീ ചെയ്ത ബാലശിക്ഷ അതൊരിക്കലും ഞാൻ നിരസിക്കാൻ പാടില്ല. അത് ഞാൻ സഹിക്കുന്നു. അങ്ങനെ സഹിക്കുന്നവന് അവനോട് അപ്പൻ മക്കളോടെന്നതുപോലെ ദൈവം ഇടപെടുന്നു, പെരുമാറുന്നു, അവൻ അവകാശം കൊടുക്കുന്നു, അവൻ ആ മഹത്വത്തിലെത്തുകയും ചെയ്യും. ഭോഷന്മാരോ വചനത്തിൽ വായിച്ചതുപോലെ ഭോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. 10ഉം 20ഉം വർഷം മുമ്പ് എന്നെ കർത്താവ് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്ന് അടിച്ച ആ വേദന ഇന്നും മാറിയിട്ടില്ല. അനേകരോട് പൊട്ടക്കുഴിയിൽ നിന്ന് പൊട്ടക്കുഴിയിലേക്ക് ഇടുമ്പോൾ യോസേപ്പ് പറഞ്ഞു, ചേട്ടാ കൊല്ലല്ലേ, നഗ്നനാ, തുണിയൊക്കെ പറിച്ച് മാറ്റി, കൊല്ലല്ലേ. കേട്ടില്ല. അവര് സ്വന്തം സഹോദരന്മാര് കേട്ടില്ല. അവിടുന്ന് കയറ്റി കച്ചവടക്കാർക്ക് വിറ്റ്, സഹോദരനെ വിറ്റ് കാശ് എണ്ണി മേടിക്കുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. ഇവരാണോ സഹോദരന്മാര്? പോയി കുണ്ടറയിൽ കിടന്നു, ജയിലിൽ കിടന്നു, പീഡിപ്പിക്കപ്പെട്ടു. ഒടുവിൽ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് അവനെ എത്തിച്ചു. അപ്പൻ മകനോട് ഇടപെടുന്നത് പോലെ യോസേപ്പിനോട് ദൈവം ഇടപെട്ടു. സഹോദരന്മാർ വന്നു, ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണം, ഞങ്ങൾ ചെയ്തു പോയ അപരാധം ഞങ്ങളോട് ക്ഷമിക്കണം. യോസേപ്പ് കരഞ്ഞു. യോസേപ്പ് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നുവോ? നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളല്ല എന്നെ ഇവിടെ വിട്ടത്, എൻ്റെ ദൈവമാണ്. നമുക്കെല്ലാവർക്കും ആഹാരം ഉണ്ടാകാനും നമ്മുടെ കുടുംബങ്ങൾ മുഴുവനും രക്ഷ പ്രാപിച്ച് നിലനിൽക്കാനും വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തിയാണ്. ഭാരപ്പെടേണ്ട, ആരും വിഷമിക്കേണ്ട, സന്തോഷമായിട്ട് പോകാം. മുറിവുണങ്ങി, മുറിവില്ല, ഒരു പഴുക്കലുമില്ല, നാറലുമില്ല, ഒന്നുമില്ല. ദൈവത്തിന് സന്തോഷമേ ഉള്ളൂ. കാരണം മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെയൊക്കെയും ദുഃഖിപ്പിക്കുന്നത്. അവൻ മനസ്സുണ്ടായിട്ടല്ല. പിന്നെയോ അവൻ്റെ മഹത്വം പ്രാപിക്കാൻ ആരെയെല്ലാം കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നുവോ അവർക്കൊക്കെയും അവകാശപ്പെട്ടതാണ് ഈ മുറിവ്, ഈ വേദന, ഈ കഷ്ടത. അത് മുറിവായിട്ട് ജീവിതം മുഴുവൻ കൊണ്ടു നടക്കാനല്ല. പിന്നെയോ ബുദ്ധിയുള്ളവൻ തിരിച്ച് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് അടിച്ചവങ്കിലേക്ക് തന്നെ തിരിഞ്ഞെന്ന് ആ മുറിവ് അവനാൽ ഉണക്കും. രണ്ടുപേർക്കും സന്തോഷം. മകൻ്റെ മുറിവുണങ്ങി, അവകാശം പ്രാപിച്ചു. അപ്പൻ്റെ ദുഃഖം തീർന്നു, സന്തോഷവാനായി. മറ്റതോ ശിക്ഷിച്ചപ്പോൾ അവൻ അവൻ്റെ വഴിക്ക് പോയി. മുറിവായിട്ടും പഴുപ്പായിട്ടും നിൽക്കുന്നു.
അപ്പൻ്റെ ദുഃഖം ദുഃഖമായിട്ട് നിൽക്കുന്നു. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഭോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു, എന്നാൽ ബുദ്ധിയുള്ളവൻ്റെ വ്രണങ്ങളോ ഉണങ്ങിപ്പോകും. ചതയ്ക്കുകയും മുറി കെട്ടുകയും ചെയ്യുന്നവൻ സൗഖ്യമാക്കുന്ന ഞാൻ സൗഖ്യമാക്കുന്ന കർത്താവാകും. വൈദ്യനായ കർത്താവ് നമ്മെ സൗഖ്യമാക്കട്ടെ.